Yes. Hello. Hi. Bah. Please come. Yes. കുറെ നാൾക്ക് ശേഷമുള്ള ഒരു വ്ളോഗ്. അതെ, ഒത്തിരി വർഷമായി വ്ളോഗ് ചെയ്തിട്ട്. ഞങ്ങൾ 2020 21 അവസാനമായി വ്ളോഗ് ചെയ്തത്. അല്ല, അതെ, നമ്മൾ ഫിക്ഷൻ തുടങ്ങിയപ്പോൾ വ്ളോഗ് ചെയ്തിട്ടില്ല. യെസ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ ഒരു വ്ളോഗാണ്. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഫീസ് ടൂർ ആണ് ഈ വ്ളോഗ്. സോ കുറെ നാളെ ആക്ച്വലി ഇത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. 3-4 മാസമായി ഇപ്പൊ ഞങ്ങൾ ഓഫീസിലേക്ക് കയറിയിട്ട് ഒരുപാട് വീഡിയോസിലൂടെയൊക്കെ ആൾക്കാർ ഓൾറെഡി ഞങ്ങളുടെ ഓഫീസിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഒരുപാട് പേരുടെ ഹാർഡ് വർക്കിലാണ് ഈ ഓഫീസ് ഉണ്ടായത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസോടുകൂടി ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് ഇപ്പോഴാണ് പറ്റിയത്. സോ വി വെൽക്കം യു ടു J&V Pictures ഓഫീസ് ടൂർ. ഞാൻ 5 ആർക്കിടെക്ചർ പഠിച്ചേട്ടോ. അതിൽ നീ കാവ്യെ കുറിച്ച് പഠിച്ചില്ല. ഇതാണ് ഞങ്ങളുടെ സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ ടേബിൾ. ഇന്ന് മൊത്തത്തിൽ ആള് നെർവസ് ആണ്. നശിപ്പിച്ച്. ആസ് പെർ ഡിസൈൻ ഇത് രണ്ടും നമ്മുടെ എഡിറ്റേഴ്സിന്റെ ടേബിൾ ആണ്. പാവം ചേട്ടന്മാരുടെ കുറെ പേരുടെ ഒരു ആക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്പേസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആദ്യത്തെ സ്പേസ് പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ ടേബിൾ. അവിടെയാണ് ആളിരിക്കുന്ന ജിഫിൻ. ഇവിടെ വരുന്ന ബിസിനസ് മീറ്റിങ്ങിനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കും. രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റും, ബാക്കി നമ്മൾ പതിയെ അറേഞ്ച് ചെയ്തായിരിക്കും. എല്ലാവർക്കും അറിയാം, നമ്മളുടെ വീഡിയോസിലുള്ള അതിൽ ഓരോ ബ്രാൻഡ് ഇൻകോർപ്പറേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ബ്രാൻഡിന്റെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും അതിന്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻ എല്ലാം നടക്കുന്നത് എവിടെയാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മാർക്കറ്റിംഗ്. ഇപ്പൊ നമുക്കൊരു ചെറിയ ക്രൂവേ ഉള്ളൂ. മൊത്തം 3 പേരടങ്ങുന്ന സ്റ്റാഫ്സ് ആണ് മാർക്കറ്റിംഗിൽ ഉള്ളത്. ആ 3 പേരെ വെച്ചാണ് നമ്മൾ ഇത്രയും വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി അത് വലുതാക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്ലോലി ആളുകളൊക്കെ വരും അല്ലേ? കുഞ്ഞു കുഞ്ഞു എക്സ്പാൻഷൻ പരിപാടികളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ഫുള്ള് മാർക്കറ്റിംഗിന്റെ ആൾക്കാരൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഒരു ഫ്ലോർ ഫുള്ള്. അതാണ് നമ്മുടെ സ്വപ്നം. ഇത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എഡിറ്ററിന് വേണ്ടി പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത ടേബിളാണ്. ഇവിടെ നിന്നിട്ട് ലൈറ്റ് സെറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞ എഡിറ്റർ തൽക്കാലം സ്വന്തം താല്പര്യപ്രകാരം അങ്ങോട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ബട്ട് ആസ് പെർ ഡിസൈൻ ഇത് രണ്ടും നമ്മുടെ എഡിറ്റേഴ്സിൻ്റെ ടേബിളാണ്. അവർക്ക് കുറച്ച് വിശാലമായിട്ടുള്ള ടേബിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് സൗകര്യത്തിന് പ്ലഗ്സൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് അലമാരകളൊക്കെ എല്ലാം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വേണം എന്നുള്ളത് ഭയങ്കര സ്വപ്നമായിരുന്നു. പിള്ളേരൊന്നും ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യരുത്, ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഡ്രീമിലാണ് നമ്മൾ ഇത് ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് തന്നു. ഇവിടെ അതാണ് ഞങ്ങളുടെ പ്രിൻ്റർ. ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പ്രിൻ്ററാണ്. ആദ്യം ജോലി മുതലുള്ള എല്ലാ കഥകളും പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇതിനകത്തു നിന്നാണ്. പുരാതന പ്രിന്റർ. അതാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. എൽ ഷേപ്പിൽ വരുന്ന ഒരു ലോങ് ടേബിളാണ്. നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേജർ ആയിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടുള്ള എഡിറ്റിംഗ്, പിന്നെ അക്കൗണ്ട്സ്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ, അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ഒരു ലോങ് ടേബിളാണ്. ഇന്നിപ്പോ സൺഡേ ആണ്, അത് കാരണം ആരും ഇല്ലാത്തത്. ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ സൺഡേ സെലക്ട് ചെയ്തതാ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര സൗണ്ട് കൂടുതലായിരിക്കും. കുട്ടികളെന്നല്ല, സ്റ്റാഫ്. ഇവിടെ തൊട്ട് അങ്ങോട്ടേക്കുള്ള ടേബിളിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ? സർപ്രൈസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ സ്റ്റുഡിയോ പോലെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഈ ടേബിളൊക്കെ നമുക്ക് ഇങ്ങനെ താഴേക്ക് മടക്കി വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചിട്ടാൽ ഷീറ്റുകൾ മാറ്റിയിട്ടാൽ കളറുകൾ മാറുന്നു. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യാറുള്ളത്. സോ നമുക്ക് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഉള്ള സമയത്ത് ഇതിങ്ങനെ പുള്ളി ചെയ്ത് താഴേക്ക് ഇടും. ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അതിന്റെ ബാക്ക്ഡ്രോപ്പ് ആണ്. ഈ ടേബിൾസ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് ഇട്ട് ലൈറ്റ് അപ്പ് ചെയ്തിട്ട് ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട്സ് കഴിയുന്ന സമയത്ത് തിരിച്ച് നമ്മൾ റോൾ ചെയ്ത് മുകളിലേക്ക് വെക്കും. ഇത് നമ്മൾ തിരിച്ച് മുകളിലേക്ക് വെക്കും. കിണറ്റിന്ന് വെള്ളം കോരുന്നത് പോലെ. സോ അടുത്തായിട്ട് നമ്മുടെ ഓഫീസിലെ ഏറ്റവും വലിയ സ്പേസ് ആണ്, ആൻഡ് അവർ ഫേവറേറ്റ് സ്പേസ്, ക്രിയേറ്റീവ് സ്പേസ്. ഞങ്ങളുടെ ക്രിയേറ്റീവ് ടീമൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ റൈറ്റേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ സ്ഥലമാണിത്. പിന്നെ എല്ലാവരും കമ്പനി അടിക്കാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലവും ഇതാണ്. ഇതൊരു ചിൽ ഔട്ട് സ്പേസ് പോലെയാണ്. നമുക്കിപ്പോ ഫ്രൈഡേസിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ക്ലബ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ ഒരു 1-2 മണിക്കൂർ ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി കഥകൾ പറയലും പരിപാടിയൊക്കെയാണ്. പ്രേതകഥ പറയും ഞങ്ങൾ. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പേസ് ആണ്. ഓഫീസിന്റെ ഏറ്റവും അടിപൊളി സ്പേസ്. കാരണം നമ്മുടെ ചാനൽ നിൽക്കുന്നത് തന്നെ കോണ്ടന്റുകളിലാണ്. ആ എല്ലാ കോണ്ടന്റുകളുടെയും ഉത്ഭവം, ആ വർക്ക്ഷോപ്പാണ് ഈ സ്പേസ്. ഇവിടെ ഇരുന്നിട്ടാണ് അതിന്റെ എല്ലാ ഡിസ്കഷനും സംഭവിക്കുന്നത്. അതായത് ഒരു യൂഷ്വൽ അതിനെക്കാട്ടിലും ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി വേണമെന്ന് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ചില്ല് ചെയ്ത് എല്ലാവർക്കും ഇരിക്കാൻ പറ്റണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഓഫീസ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നവര്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ടി വി കൂടെ ഉണ്ട്, അറ്റാച്ച്ഡ് TV. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന്
TV കാണും. അല്ലാത്ത സമയങ്ങളിൽ വെറുതെ എന്റർടൈൻമെന്റിനൊക്കെ വേണ്ടിയിട്ട് സിനിമകളൊക്കെ ഇരുന്ന് കാണും. നമ്മളുടെ തന്നെ വീഡിയോസ് നമ്മൾ അവസാനം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഔട്ട്പുട്ടുകൾ ചെക്ക് ചെയ്യുന്നതും ഇതുപോലെ ടീമായിട്ടാണ്. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പേസ് ഇൻ അവർ ഓഫീസ്. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ ടോക്ക് ഷോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതുവരെ നമ്മൾ ഒരു എപ്പിസോഡേ പോയിട്ടുള്ളൂ. ഇനി ഒരുപാട് എപ്പിസോഡ്സും കുറെ ഷോസും ഒക്കെ പ്ലാൻ ചെയ്യാനുള്ള സ്പേസ് ആണ്. സോ ജിസ്മ, എന്തായിരുന്നു ഒരു പ്ലാൻ? ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചേട്ടോ, പ്ലാൻ ചെയ്ത് ഡിസൈൻ ഒക്കെ ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ സോഴ്സ് ചെയ്തെടുത്ത സാധനങ്ങളാണ്. ചിലതൊക്കെ ഉണ്ടാക്കിച്ചതാണ്. ഇതൊക്കെ ആർട്ട് ചെയ്യുന്ന ഒരാളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആർക്കിടെക്ട് പറഞ്ഞു തരും. ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ചെയറുകളും ടേബിളുകളും ഒക്കെ വാങ്ങിയതല്ല ചെയ്യിപ്പിച്ചത്. ചിലതൊക്കെ ചെയ്യിപ്പിച്ചു, ചിലതൊക്കെ വാങ്ങി. ആൻഡ് ഇത് ഭയങ്കര ഒരു പ്യുവർ സ്പേസ് ആയിട്ടാണ് നമ്മുടെ സ്റ്റാഫ് ആണെങ്കിലും ഞങ്ങളാണെങ്കിലും കാണുന്നത്. ആരും വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുന്നില്ല. ഇതിനൊരു ഭയങ്കര ബൗണ്ടറിയും ഒരു ഓറയൊക്കെ ഉണ്ട്. അതെ, ഇതിനകത്തേക്കൊന്നും ആരും കയറി ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് പാസ് ചെയ്തോലും പോകാറില്ല. എല്ലാവരും ഇങ്ങനെ തൂണിനപ്പുറത്തൂടെയാണ് പോകുന്നത്. അത്രയും ഇഷ്ടമുള്ള ഒരു സ്പേസ് ആണ് എല്ലാവർക്കും ഇത്. പിന്നെ ക്യാൻഡിൽസ് ഒക്കെ ബാംഗ്ലൂരിൽ പോയി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാണ്. നമ്മൾ എവിടെയാ മീര? മീറ്റിക്കു ബാംഗ്ലൂർ. അടുത്തോ മീര? ഇനി നമ്മുടെ മെയിൻ സ്പേസ്, എന്റെയും ജിസ്മയുടെയും സ്പേസ്, ദ ഡയറക്ടേഴ്സ് റൂം. വരൂ. വെയിറ്റ് ഒരാളെ കൂടി പരിചയപ്പെടുത്താൻ. ഞങ്ങളുടെ ഡ്രീം കം ട്രൂ ആക്കിയ ഒരാളെ നിങ്ങൾക്ക് ഇനി അടുത്തായിട്ട് പരിചയപ്പെടുത്തി തരാം. എനിക്ക് ഭയങ്കര പേഴ്സണൽ കണക്ഷനും കൂടിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മീര. മീര എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആൻഡ് എന്നാണ് ആക്ച്വലി പേര് കേട്ടോ. ഷീസ് എൻ ആർക്കിടെക്ട്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിങ്ങനെ എൻ്റെ ഓഫീസ് എൻ്റെ ഓഫീസ് സെറ്റാക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് അവളോട് പോയേ. ഇവിടെ ഉണ്ടായിരുന്നു 3-4 മാസം. ഈ സ്പേസ് ജിസ്മയും വിമലും കണ്ടതിന് ശേഷം ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പം തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായി, ഓക്കെ ദിസ് ക്യാൻ ബി എൻ ഓഫീസ്. ഇത് മുന്നേ ഒരു കഫേ ആയിരുന്നു. ഫർണിച്ചർ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ഇറ്റ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു പ്ലെയിൻ ക്യാൻവാസ് പോലെ. അതിനെ നമ്മൾ എങ്ങനെ ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്യാൻ അപ്പത്തൊട്ട് നമ്മൾ ഡ്രീം ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ എങ്ങനെ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയൊന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങി. ഷീ ഹാഡ് ഓൾമോസ്റ്റ് ഇന്ന സ്പേസ് ഇതുപോലെ ആയിരിക്കണം എന്നുള്ള ഒരു ഐഡിയ. അപ്പോ ഇതാണ് നമ്മളുടെ ഡയറക്ടേഴ്സ് റൂം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന് സ്ഥിരം ഞാൻ വീഡിയോ ഇടുന്നതിലൂടെ ഈ റൂം കുറെ തവണ ആൾക്കാർ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കമ്പുകോലോ ഇതിനൊരു പേര് മീര പറഞ്ഞു തരും. പേരെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എന്താ പറയാ, ഞാൻ ഇതിനൊരു കഥ ഉണ്ടാക്കി പറയാൻ പോട്ടോ. ഞാൻ കക്കാടംപൊയിൽ നിന്ന് വന്നോണ്ട് ഒറിജിനെ പ്രതിനിധീകരിക്കുന്ന കാപ്പിയുടെ ഒരു കമ്പ്. കാരണം കാപ്പിയുടെ കമ്പ് വെച്ചെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത് ലാസ്റ്റ് ചെയ്തോണ്ടായിരുന്നു ആണെന്ന് തോന്നുന്നു. കാപ്പിയുടെ കമ്പല്ല, കാപ്പിക്ക് ഇവിടെ കമ്പ്. എന്നാ കാപ്പി അല്ല കേട്ടോ അത്. അല്ല, ഇത് എന്തിന്റെ കമ്പാ മീര? അത് കട്ട് ചെയ്യരുത് കേട്ടോ. കട്ട് ചെയ്തേ. പടർന്നു കയറുന്ന സാധനല്ലേ? ഞാൻ 5 കൊല്ലം ആർക്കിടെക്ചർ പഠിച്ചാട്ടോ. നീ ആത്മാർത്ഥമായിട്ട് പഠിച്ചില്ല. ഇത് ഒരു ഓഫീസിലാണെങ്കിലും നമുക്കൊരു യുണീക്ക് പീസ് വേണമെന്നുള്ള ഒരു ഐഡിയയില് ശരി നമ്മൾ ആ ഫ്രണ്ടിത്തെ ആ ഒരു വുഡ് പീസിന്റെ കൂടത്തി മാച്ചായി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ചപ്പം ഒരു കിട്ടിയൊരു ഐഡിയ ആണ്. ആ ഒരു റോനെസ് കീപ്പ് ചെയ്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കോഫിയുടെ വുഡാ ഇതിൽ എടുത്തത്. ആൻഡ് കോഫിയുടെ വുഡും ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പ് കിട്ടുന്നില്ലായിരുന്നു. സോ നമ്മളങ്ങനെ ഇരുന്ന് ആ വുഡിന്റെ ഇത് ചെയ്യുന്ന ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ആ കമ്പ് അങ്ങോട്ട് വെച്ചുതരുമോ, ഈ കമ്പ് ഇങ്ങോട്ട് വെച്ചുതരുമോ. അങ്ങനെ പുള്ളി അത് അതിന്റെ ഔട്ട്കം സെറ്റാക്കിക്കൊണ്ട് ഇങ്ങനത്തെ സാധനം ചെയ്യേണ്ട ആവശ്യത്തിന് പാവം ചേട്ടന്മാരുടെ കുറെ പേരുടെ ഒരു അക്കം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എത്തിച്ചെടുത്തത് അതായത് ഒറ്റ ആണിലാണോ ഇത് നിൽക്കുന്നത്? അല്ലല്ല, ഇതിന് 3 ക്ലാംപ്സ് ഉണ്ട്. ആണല്ലേ? ഈ സാധനം ഇവിടെ വരാൻ കുറച്ച് സമയം എടുത്തു. നമ്മുടെ ഇനോഗ്രേഷൻ ടൈമിൽ ഇതില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് ഇവിടെ ഫിക്സ് ചെയ്തേ. പക്ഷെ ഇത് എല്ലാവരും വരുമ്പോൾ പറയും ഇത് ഭയങ്കര രസമുള്ളൊരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ ആണ് അന്ന് കയറുമ്പോൾ. യെസ്. പിന്നെ ഞങ്ങളുടെ ചെയറുകൾ, ഇതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കഥയുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് അതാണ് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് കുറേയൊക്കെ കുറെ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചാണ്. ഗസ്റ്റിനുള്ള ചെയർസ് അത് രണ്ടും കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചാണ്. പിന്നെ ഇങ്ങനെ ഒരു ബേ വിൻഡോ പോലെ വേണമെന്നുണ്ടായിരുന്നു ഓഫീസിന്റെ സൈഡിലായിട്ട്. ഞങ്ങളുടെ വർക്ക് ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ, രാത്രി ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങണമെന്ന് തോന്നിയാൽ ബേ വിൻഡോ കാണിക്കുമ്പോൾ ബേ വിൻഡോട് അങ്ങോട്ട് പോയി പറഞ്ഞാ പോടാ ബേ വിൻഡോ. അപ്പൊ ഞങ്ങൾ മടുക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ കർട്ടൻ താത്തും, കുട്ടികൾ അവിടെ നിന്ന് വർക്ക് ചെയ്യും, ഞങ്ങളിവിടെ കിടന്നുറങ്ങും.
അങ്ങനെയൊന്നുമല്ല, ചുമ്മാ തള്ളി മറിക്കുവാണ്. ജിസ്മയ്ക്ക് പ്രത്യേകിച്ച് ഇന്ന് വ്ളോഗ് ചെയ്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് പോയത് കൊണ്ട് ഇന്ന് മൊത്തത്തിൽ ആള് നെർവസ് ആണ്. നശിപ്പിച്ച് നമ്മളിവിടെ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. നീ ഉറങ്ങിയിട്ടുണ്ട്? എപ്പോ ഉറങ്ങിയിട്ടുണ്ട്, തലവേദന എടുത്ത ഓർമ്മയില്ല. അത് മൈഗ്രെയിൻ വന്ന ദിവസം അപ്പൊ കിടക്കാനാണ് ഇത്, അല്ലാതെ വെറുതെ കിടന്ന് ഉറങ്ങാനല്ല. പക്ഷെ പർപ്പസ് അതായിരുന്നു. നമ്മൾ നൈറ്റ് ഔട്ട് ഒക്കെ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ രാത്രി ഒരുപാട് എക്സ്ട്രാ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങണം തോന്നുന്നു ഇവിടെ കിടക്കാം. അതുപോലെ ക്രിയേറ്റീവ് ടീമിനും ഉറങ്ങണം തോന്നുവാണെങ്കിൽ അവിടെ കിടക്കാം. നോ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആർക്കിടെക്റ്റിനോട് ചോദിച്ചു, ആർക്കിടെക്ട് ഇത് ഉറങ്ങാനായിട്ടുള്ള സ്ഥലമാണോ? അല്ല. ഫ്ലാഷ് ബാക്ക്. വല്ലപ്പോഴും ഒന്ന് വിശ്രമിക്കാം, തലവേദനയൊക്കെ വരുമ്പോ ജസ്റ്റ് ഒന്ന് ഇരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചാരി ഇരിക്കാം, ചാരി ഇരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാം. ഡോണ്ട് സ്ലീപ്. ഉറങ്ങാനല്ല ടൈ സ്ഥലം. ഞാൻ ഉറങ്ങും. ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തപ്പം വി തോട്ട് ഓക്കെ എനിവേസ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസ് അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അങ്ങനെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. സോ എവറിത്തിങ് ഗോസ് അണ്ടർനീത്ത് ആൻഡ് ഹിഡൻ. ഒന്നും അങ്ങനെ പുറത്തേക്ക് കാണത്തില്ല. ഇതിരിക്കുന്ന സ്ഥലമല്ലേ, ഇതൊരു നെഗറ്റീവ് സ്പേസ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇവര് പ്ലാൻ ചെയ്ത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഷെൽഫ്, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ഇനിയിപ്പോ ഇതിനകത്ത് ഓരോന്നൊക്കെ കൊണ്ടുവന്ന് വെക്കണം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ആവശ്യമില്ലാത്തൊക്കെ ഏറ്റവും മീരെ തിരിച്ചെടുത്ത് കളയും. എന്നാലും കളർ പാലറ്റിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. കളർ ഇമ്പോർട്ടന്റ് ആണ്. കളർ വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് അതിനകത്ത് ഈശോയുണ്ട്, ഗണപതി ഉണ്ട്. രണ്ട് ദൈവങ്ങളുടെയും വീഡിയോ രണ്ട് ദൈവങ്ങളോട് ഇരിപ്പുണ്ട്. കളർ പാലറ്റിലുള്ള സ്വർണ്ണം നല്ല ഇവിടെ വാ. രണ്ട് ദൈവങ്ങളും ഇരിപ്പുണ്ട് അവിടെ. അതെ, അത് രണ്ട് സ്ഥലത്തുനിന്ന് ഞങ്ങൾ പാലറ്റ് ഒപ്പിച്ച് തപ്പി കണ്ടുപിടിച്ചത്. അതിന് നമ്മൾ നടന്നു. എന്നിട്ട് ഗണപതിനെയും ഇതിനെയും തപ്പി കണ്ടുപിടിച്ചു. ഈശോയുടെ ഒരു സാധനം കണ്ടുപിടിച്ചു. അപ്പൊ തിരുക്കുടുംബം കിട്ടി. എന്നിട്ട് പിന്നെ ഗണപതിയുടെയാണ് കിട്ടിയത്. അപ്പോൾ വിമലിന് ഫോട്ടോ അയച്ചിട്ട് ചോദിച്ചു, ഇത് മതിയോ, ഗണപതി മതിയോ? അപ്പൊ വിമൽ പറയാം, ശ്രീകൃഷ്ണനാണെങ്കിൽ നല്ല ഈ കളർ പാലറ്റ് ഇനി കൃഷ്ണനെ എവിടെ നിന്ന് ഒപ്പിക്കാനാ? പിന്നെ പറഞ്ഞു പറ്റിച്ച് പാവത്തിന് ഗണപതിനെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചിരിച്ചു നിൽക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തടുത്തിരിക്കാൻ വരുന്ന പോലത്തെ വേണം, സെപ്പറേറ്റ് ടേബിൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങള് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചാണത്. ഹൈറ്റ് ഉള്ള ചെയർ വിമലിന്റെ ഫർണിച്ചേഴ്സ് എല്ലാം കൊണ്ടുവന്നതിൽ ഇപ്പൊ ജിസ്മ ബാംഗ്ലൂർ പോയി പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞത് വൻ കഥയാ. കാരണം നമ്മള് ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളുടെ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റാണ് ഉള്ളത്. ആ ബഡ്ജറ്റിന്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊക്കെ നിൽക്കണം എന്നുള്ള പ്ലാൻ വന്ന സമയത്ത് നമ്മുടെ ആർക്കിടെക്ട് മീരാണ് പറഞ്ഞത്, എന്നാ പിന്നെ ബാംഗ്ലൂരേക്ക് പോരൂ, നമുക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാം. എന്നിട്ട് എങ്ങനെ അന്ന് പ്ലാൻ ചെയ്ത് അന്ന് വൈകുന്നേരം ജിസ്മയും ജിഫിനും കൂടി, എനിക്ക് പോകാൻ പറ്റില്ല വർക്കൊക്കെ ഉള്ളതുകൊണ്ട്, ജിസ്മയും ജിസ്മയുടെ ബ്രദർ നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് ജിഫിനും കൂടി നേരെ ബസ് എടുത്ത് ബാംഗ്ലൂർ പോയി. 2 days ഓഫ് ഷോപ്പിംഗ്. എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മേജർ എന്താ ഓഫീസ് ചെയർസും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ചെറിയ ആർട്ട് എലിമെന്റുകൾ അവിടെ ഇവിടെ വെക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ആർട്ട് പ്രോപ്സ് ഒക്കെ വാങ്ങിച്ചു. സാധനങ്ങൾ ഫുൾ ഇവര് 2 ദിവസം ബാംഗ്ലൂർ ഓടി നടന്ന് സോഴ്സ് ചെയ്തു. പിന്നെ അവിടെ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി മീര, അവിടെ നിന്ന് മീര കുറെ സാധനങ്ങൾ സോഴ്സ് ചെയ്തു. നമ്മുടെ ലാംപ് ഷെയ്ഡുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം അവിടെ നിന്നാണ്. കുറെ സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. പൈസ കുറച്ച് ഞങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഇവിടെ എത്തി നമ്മളുടെ ഓഫീസിലേക്ക് കയറിയ ഫസ്റ്റ് ഡേയുടെ തലേ ദിവസം ഞങ്ങളൊക്കെ തന്നെ ഈ സാധനങ്ങൾ ഇരുന്ന് അസംബിൾ ചെയ്ത് വീട്ടിലോട്ട് കയറുന്നേരം തലേദിവസം നമുക്കൊരു പിടിപ്പത് പണി കാണുമല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടറും പണിക്കാരും നമ്മളും എല്ലാരും കൂടെ അവിടെ കിടന്ന് പണിത് ഫുൾ എല്ലാം ക്ലീൻ ഒക്കെ ചെയ്ത് മൊത്തം എല്ലാം അസംബിൾ ചെയ്ത്. കാരണം പിറ്റേ ദിവസം ഒന്നേ വെഞ്ചിരിപ്പായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പെരകര താമസത്തിൽ എന്താ പറയാ, ഇത് തന്നെ പാലാച്ചൽ എന്ന് പറയും. പാലാച്ചല് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. എല്ലാരും കൂടെ ഉറക്കമഴിച്ച് ഫുൾ പണിയായിരിക്കും. ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾക്ക് പക്ഷെ ഒരു 8ന്റെ പണി കിട്ടിയത്. അത് പറഞ്ഞ ഒന്നുമില്ല, എല്ലായിടത്തെയും പോലെ തന്നെ കറക്റ്റ് ദിവസം നമ്മുടെ വർക്ക് ഇങ്ങനെ തീരാതെ കുറെ സാധനങ്ങൾ മുട്ടി നിന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മള് എല്ലാരും കൂടി ഓടി നടന്ന് ഇവിടത്തെ സ്റ്റാഫ് വരെ വന്നിട്ടാണ് ഞങ്ങളിത്. കാരണം നമുക്ക് വാശിയായിരുന്നു ആ ദിവസം തന്നെ നമ്മള് ചാനൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ലോഗോ നമ്മൾ ഫിറ്റ് ചെയ്യും അല്ലേ. മുത്തിന്റെ ആഗ്രഹമായിരുന്നു ഇവിടെ കിടന്ന് കരുന്നൊക്കെ ഓർമ്മയുണ്ടോ? നിലവിളിച്ച്. കാരണം ഒത്തിരി വർഷത്തെ ഞങ്ങളുടെ ഡ്രീം ആയിരുന്നു ഈ സ്പേസ്. ഒത്തിരി വർഷത്തെ ഞങ്ങൾ ഒന്നേന്ന് വീഡിയോ ഇടുമ്പോൾ പോലും ഇങ്ങനെ ഒരു സ്ഥലം വേണം എന്നുള്ളത് ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു. എനിക്ക് ബേസിക്കലി നമ്മൾ എന്ത് സാധനം ഒന്നേന്ന് തുടങ്ങുമ്പോ അതിന്റെ എല്ലാ ഭാഗത്തും നമ്മളുടെ കയ്യൊപ്പ് രേഖപ്പെടുത്തുന്ന പറയുന്ന അറിയാം. അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അത് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം ആയത് ഐ സീരിയസ്ലി ഫീൽ
അപ്പൊ അത് ഹാപ്പൻ ചെയ്യുന്നതിന്റെ തലേ ദിവസം പെട്ടെന്ന് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ കൈ നിൽക്കൂല, ഇനി 3-4 മണിക്കൂറും കൂടെ ഉള്ളൂ. പാരന്റ്സ് വരുന്നുണ്ട്, നാട്ടിൽ നിന്ന് എല്ലാവരും ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഭയങ്കര അടുത്ത സുഹൃത്തുക്കളും നമ്മുടെ സ്റ്റാഫും അങ്ങനെ എല്ലാവരും ഓഫീസിലേക്ക് കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ദിവസം അത് നടക്കില്ലല്ലോ, ഇനി മാറ്റി വെക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു മൊമെന്റ് വന്നപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോയി. ആ സമയം ശരിക്കും പറഞ്ഞാൽ വിമലാണ് സമാധാനിപ്പിച്ചത്. മീരയും ഞാനും ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ആ മൊമെന്റിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നു. പക്ഷേ വിമൽ ഫുഡൊക്കെ ആയിട്ട് വന്നു, കമോൺ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫുൾ എനർജിയിൽ വന്ന് അല്ലേ. വിമലാണ് ഞങ്ങള് ബാക്ക് ടു ഫയർ. അത് ഞങ്ങളുടെ ബാലൻസ്. ഒരാൾ തളരുമ്പോൾ മറ്റേ ആൾക്ക് എവിടുന്നോ എനർജി കിട്ടും. ഞാൻ തളരുമ്പോൾ ഇതുപോലെ ജിസ്മയ്ക്ക് എനർജി കിട്ടും. ഞങ്ങളെല്ലാരും കൂടെ ഒരു ആഞ്ഞ് പിടിച്ച്. പിന്നെ ഇവിടെ ക്ലീനിങ് ചെയ്യാൻ വന്ന കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു, കുറച്ച് ഭായിമാരും ചേട്ടന്മാരും. ജീവിതത്തിൽ ഇത്രയും നന്ദി വേറൊരാളോടും ഉണ്ടാവില്ല. അവരെന്തിനാണ് ഇവിടെ കിടന്ന് അത്ര പണിയെടുത്തത് എനിക്ക് അറിഞ്ഞില്ല. അവർ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇത്രയും ഹെൽപ്പ് ചെയ്തു. രാത്രി ഫുഡ് പോലും കഴിക്കാതെ എല്ലാം ചെയ്തു തന്നിട്ടാണ് ചേട്ടന്മാർ പോയത്. അങ്ങനെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറച്ച് മുഖങ്ങൾ ഉണ്ടായ ദിവസമാണ് അന്ന്. ഇപ്പൊ ജിസ്മയാണ് കൂടുതലും ഈ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ആള്. ഞാൻ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നില്ല, പ്രാക്ടിക്കാലിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 6 മാസമൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു വ്യൂവർ വന്നിട്ട് കമൻറ്റിൽ ഇങ്ങനെ എഴുതിയായിരുന്നു, അതായത് നിങ്ങൾ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നത് ഞാൻ സ്വപ്നം കണ്ടു. അന്ന് ഞങ്ങൾ ചാനലിൽ പറഞ്ഞിട്ട് കൂടിയില്ല ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന്. അതിന് മുന്നേ ഒരാൾ വന്നിട്ട് കമന്റ് ചെയ്തു എന്ന് പറയുന്നത് ഐ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ് മാജിക് ഓർ വാട്ട്. നമ്മൾ അതിനെ പറ്റി എന്തെങ്കിലും ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അതെങ്ങനെ ഐ ഡോണ്ട് നോ. ദിസ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു മാജിക് ആയിട്ട് എപ്പോഴും തോന്നുന്നത്. ആൾക്കാർ ഇത്രയും പേര് നമ്മുടെ വർക്കിൽ നമ്മളായിട്ട് കണക്ട് ആവുന്നു. ചാൻസ് ചോദിച്ചു നടന്നിരുന്ന 2 പേര് ഇപ്പൊ ഓഫീസിട്ട് ഇവിടെ ഇരിക്കുന്നു. വാട്ട് ഈസ് ദ സ്റ്റോറി മാൻ? ജെയ്സനും കനകധാര എന്ന് പറഞ്ഞ് 2 പേരാണ് എൻ്റെ കൂട്ടത്തിൽ വേറെ വർക്ക് ചെയ്യുന്നവർ. ജെയ്സന്റെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ലോഗോ വെക്കുന്നത്. കുറച്ചൊരു യുണീക്ക് ആയിരിക്കും, കുറച്ച് കാണാനും നല്ലതായിരിക്കും. പിന്നെ ആ ലൈറ്റ് കൊണ്ടുവരുമ്പം അതിൻ്റെ ആ ഒരു ഷാഡോ വീഴുന്നതും ഒക്കെ കൂടെ ഒരു ഐഡിയ ആക്കി കൊണ്ടുവന്നത് പുള്ളിയാണ്. ഇവിടെ ആക്ച്വലി പില്ലേഴ്സ് ആയിരുന്നേ. ഇവിടെ വരുമ്പോൾ ആകെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ പില്ലേഴ്സ് ഉള്ളത്. ഇപ്പൊ ടോപ്പ് ഫ്ലോർ ആണെങ്കിൽ നമുക്ക് ഫ്രീ സ്പേസ് ആയിട്ട് കിട്ടുമല്ലോ. പില്ലേഴ്സ് വരുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്, കാണാനൊരു ഗുമ്മ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്തോ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് കുറേ കിടന്ന് തപ്പി. അപ്പം ഞാനിങ്ങനെ റാൻഡംലി കണ്ടതാണ് ഒരു ലൈബ്രറീൻ്റെ ഉള്ളിൽ ഇങ്ങനെ പില്ലറിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ മീര എടുത്ത് വെച്ച്, മീര അധികപ്പറ്റാണെന്ന് അറിയാം, എന്നാലും ഇങ്ങനെ സാധനം ചെയ്തു തരാൻ പറ്റുമോ? ഇത് ഭയങ്കര നിങ്ങൾക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസ് അല്ലേ, അതായത് കഥ പറയുന്ന ആൾക്കാർക്ക് ഒത്തിരി വായിക്കുകയൊക്കെ ചെയ്യല്ലേ നിങ്ങൾ. സോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ആ ഒരു പില്ലറിനെ കൺവേർട്ട് ചെയ്ത്. അതെ, പക്ഷെ ഇവിടെയുള്ള ഒരാൾ ഇതിനകത്ത് ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ല എന്നുള്ള സത്യം എനിക്കറിയാം. ഐ തിങ്ക് വിമൽ വായിച്ചിട്ടുണ്ട്. ഏത് ബുക്കാണ് വായിച്ച നീ? അന്ന് അതിന്റെ പേര് പറഞ്ഞേ, നീ ഒന്ന് അതിന്റെ പേര് പറഞ്ഞേ. വായിച്ച ബുക്കിന്റെ പേരില്ലാത്ത ബുക്കായിരുന്നു, സോറി. ഒരെണ്ണം ഞങ്ങള് ആ സംഭവം സെറ്റ് ചെയ്ത്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഇത് എന്ത് ചെയ്യും, ഇതിലെന്ത് ചെയ്യും നമ്മൾ കുറേ നിങ്ങൾ എന്തൊക്കെയോ റെൻഡർ ചെയ്തൊക്കെ ട്രൈ ചെയ്തില്ലേ. ഇവർ ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. എന്നിട്ട് അതിനകത്ത് അങ്ങനെ മീരല്ലേ ഇത് സാധനം കൊണ്ട്? ഇല്ല, ഇതിന്റെ ഐഡിയ ഫുള്ളി കനകയായിരുന്നു. നമ്മൾ പറഞ്ഞില്ല ഒരു മെഡിറ്ററേനിയൻ ടച്ച് പിടിച്ച്, അപ്പം ഒരു അൺഈവൻനെസ് കൊണ്ടുവന്ന് പില്ലറിനെ നമ്മളൊന്ന് എസ്തെറ്റിക്കലി മോഡിഫൈ ചെയ്ത് അതിനകത്ത് ഇതുപോലെ കുഞ്ഞു ആർട്ടിഫാക്ട്സ് ഓരോ സാധനങ്ങൾ വെച്ച് ഷോക്കേസ് ചെയ്ത് എല്ലാവർക്കും ഇരുന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെ പേര് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും യൂട്യൂബ് ചാനലിൽ എന്തിനാണ് ഒരു ഓഫീസ്. അത് അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, ഇറ്റ് ടേക്സ് എ ഹോൾ ടീം ടു മേക്ക് എ വീഡിയോ. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യലി സിനിമയിൽ കയറണം എന്ന ആഗ്രഹം ആയിട്ട് നടക്കുന്ന ഓരോ കൂട്ടം ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെയുള്ള മിക്കവരും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് എങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ട്രാവൽ അല്ലേ, ഒരുമിച്ചല്ലേ ഒരു ജേർണി പോകുന്നത്. അപ്പൊ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ നേരത്തെ പല ഹോട്ടൽസിലിരുന്നും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എൻ്റെ വീട്ടിലിരുന്ന് ചില സമയത്ത് കസിൻസിന്റെ വീട്ടിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് മീറ്റിംഗ്സ് ഒക്കെ കൂടിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്കൊരു സ്പേസ് വേണം, എപ്പോഴും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാനും നാളെ സിനിമ ചെയ്യുന്ന സമയത്ത് കൂടാനും കഥകൾ പറയാനൊക്കെ ഒരു സ്പേസ് വേണം. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര പോസിറ്റീവ് ആയിട്ടൊരു സ്പേസ്. എക്സാക്ട്ലി ഇതുപോലത്തെ ഒരു സ്പേസ് ആണ് ഉണ്ടായി. കാരണം ജിസ്മയ്ക്കാണെങ്കിലും മീരയ്ക്കാണെങ്കിലും രണ്ടുപേർക്കും ഈ വെളിച്ചം ഒരുപാട് കയറണം, നല്ല ബ്രീതിങ് സ്പേസ് ഉള്ള ഒരു സ്ഥലം വേണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. സെയിം എനിക്കും അത് തന്നെയായിരുന്നു. ഓഫീസിന്റെ പ്ലാൻ മൈൻഡിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമലാണെങ്കിലും പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഒരു ഓഫീസൊക്കെ ആക്കാനുള്ള മാത്രമുള്ള ബജറ്റ് ഉണ്ടാവും. പിന്നെ അല്ലാണ്ടൊക്കെ പുറത്തുനിന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എല്ലാം ഒന്നേന്ന് ചെയ്യണ്ടേ. ഞങ്ങൾ ലോണാണ് എടുക്കണേ, നമ്മുടെ കയ്യിൽ ഇത്രയും പൈസയേ ഉള്ളൂ,
എന്താ ചെയ്യാൻ പറ്റുക, ഇത്രയും വലിയൊരു ഡ്രീമും ഉണ്ട്. നമ്മൾ മാക്സിമം എന്തോരം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ആദ്യം നമ്മൾ അനലൈസ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ റീറ്റെയിൻ ചെയ്തു. പിന്നെ ഒരു മിനിമൽ സാധനം പിടിച്ച് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാമെന്നൊന്ന് അനലൈസ് ചെയ്ത് അങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തിപ്പെട്ടു. ആൻഡ് ഒരു ടൈം ഫ്രെയിം ആണെങ്കിലും നമ്മൾ മാക്സിമം എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട്. കാരണം നമ്മുടെ ഇവിടെ പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾ തൊട്ട് മുകളിൽ നേരത്തെ ഒരു ആർക്കിടെക്ചർ ഫേം ഉണ്ട്. അപ്പോൾ അവരുടെയും ഇതുപോലെ കുറച്ച് നാളുകളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ വന്ന് 3 months ഞങ്ങളുടെ ഫുൾ പണി കഴിഞ്ഞ് ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്ത് അകത്തരും. അപ്പോൾ അവർ വന്നിട്ട് നേരെ നിങ്ങളിത് കണ്ടോ, നേരെ കണ്ടോ, നിങ്ങളിങ്ങനെ വരുന്നോ എന്ന് പറഞ്ഞിട്ട് പുള്ളിങ്ങനെ തമാശ രൂപേണയാണ് പറഞ്ഞത്. സ്റ്റിൽ അത് നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഒത്തിരി ഓടിയെങ്കിലും ഈ പറഞ്ഞാല് നീര ഡെയിലി ഇവിടെ വന്ന് നിന്ന് പുഷ് ചെയ്ത് ഒരുപാട് സ്ട്രെസ് അടിച്ച് സ്റ്റിൽ ഇറ്റ് കെയിം ഔട്ട് വെൽ. അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രീം കം ട്രൂ ആക്കണമെങ്കിൽ, ഡ്രീം ഒന്ന് റിയൽ ആക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ കോൺടാക്ട് ചെയ്യുക. ഞാൻ മീരയുടെ ഫേമിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കാം. അപ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഫേമിൻ്റെ പേര് കാർബൺ പ്രാക്ടീസ് എന്നാണ്. ഒരു 3 പേരുടെ ടീമാണ്, ജെയ്സൺ, കനക ആൻഡ് മൈസെൽഫ്. അപ്പം ഞങ്ങളങ്ങനെ റെസിഡൻഷ്യൽ പ്രോജക്ട്സും അങ്ങനെ കുഞ്ഞു പ്രോജക്ട്സ് ആയിട്ട് പോകുന്നു. വലുതാക്കണം ഇനി. കുഞ്ഞു പ്രൊജക്റ്റ് അല്ല, വലിയ പ്രൊജക്ട്. ഓഫീസൊക്കെ ഡിസൈൻ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ബജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് കുഞ്ഞായിരുന്നു, പക്ഷെ വന്നപ്പം വലുതായി. ബിഗ് തിങ്സ് ആർ ഹാപ്പനിങ്. അപ്പോൾ ഇനി ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജേർണിയിൽ ഞങ്ങളുടെ സിനിമയും സീരീസുകളും എല്ലാം സംഭവിക്കാൻ പോകുന്നത് മോസ്റ്റ്ലി ഈ ഓഫീസിൽ നിന്ന് തന്നെ ആയിരിക്കാം. സോ ഇതെല്ലാത്തിൻ്റെ ഒരു വലിയ തുടക്കമാണ്. എല്ലാവരുടെയും അനുഗ്രഹം വേണം. എന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും ചെറിയൊരു സ്പേസ് കണ്ടെത്തണം അല്ലേ? നമ്മൾ വൈൻഡപ്പ് ചെയ്യണോ? അല്ലാതെ അത് പറഞ്ഞിടാലോ. കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ടായിരുന്നു. വൈൻഡപ്പ് ചെയ്യാൻ പോകണം, നേരത്തെ പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ നല്ലൊരു മൊമെന്റ് ഒക്കെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നല്ലൊരു മൊമെന്റ് രണ്ടുപേരോട് ഒന്നിച്ചല്ലേ വൈൻഡപ്പ് പറയണ്ടേ? എന്നാ ഒന്നുകൂടി പറയാം. ഞാനൊന്നുമില്ല, ഞാൻ പോവാം. എടാ ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഒന്നെടുക്കും.